ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു സ്നാക്സ് ആയാലോ? അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് വാഴയിലൊക്കെ വെച്ച് ആവിയിൽ തയ്യാറാക്കുന്ന അടിപൊളി ഒരു സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുക്കുക, കുറച്ച് മസാലപ്പൊടികളൊക്കെ കൂടെ ചേർത്ത് കൊടുക്കുക. പൊടികളുടെ അളവൊക്കെ എപ്പോഴും പറയും പോലെ തന്നെ ചെറിയ രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് ഇതൊക്കെ കൂടെ ചേർത്ത് കുറച്ചൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് എല്ലൊക്കെ മാറ്റി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഈ സ്നാക്സിന് ആവശ്യമായ ചിക്കൻ. ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് കുക്കറിൽ വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണമെങ്കിൽ അതുപോലെയും ആക്കിയെടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ ആദ്യം തയ്യാറാക്കി വെക്കുക. അതിന് ശേഷം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ചിരിക്കുന്ന പാനിൽ. അതൊന്ന് ചൂടായതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുഴഞ്ഞു വരട്ടെ. ഇത് സവാളയോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ കട്ട് ചെയ്തതായാലും മതിയാകും. ഒരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഞാനൊരു ചെറിയ രീതിയിലെ എരിവാണ് ഇതിലൊക്കെ ചേർത്തിരിക്കുന്നത്. എരിവ് കൂടിയ നമുക്ക് മക്കൾക്ക് സ്നാക്സ് എരിവ് കൂടുതലാകുമ്പോൾ കഴിക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് എരിവനുസരിച്ച് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയതിന് ശേഷം അടുത്തതായി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഒണിയനാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് സ്പ്രിംഗ് ഒണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ടൊമാറ്റോ അത് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരട്ടെ. കറിവേപ്പില, മല്ലിയില അതുപോലുള്ള ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്തില്ലെങ്കിലും നിർബന്ധമില്ല. ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. ചിക്കൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് തന്നെ ഏതാണ്ട് ഇതൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതുപോലുള്ള സ്നാക്സിലൊന്നും ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല. മല്ലിപ്പൊടിയുടെ ആവശ്യമേ ഇല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, എരിവ് കുറഞ്ഞ മുളക് പൊടി വേണം ഇതിലോട്ടൊക്കെ ചേർക്കാൻ. അപ്പോൾ കുരുമുളകും ഇതെത്രയും ചേർത്ത് ഒരു ചിക്കൻ മസാല, ഗരം മസാല അതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയും നമുക്ക് കുറച്ച് മല്ലിയിലയോ പുതിന ഇലയോ കറിവേപ്പിലയോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗരം മസാലയുടെ അളവൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. നമ്മുടെ ചിക്കനിലോട്ടൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അങ്ങനെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഫില്ലിങ്ങൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇത് ചൂടോടുകൂടി വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ് വെക്കാം, തണുപ്പിച്ചാലും കുഴപ്പമില്ല. ഇതിനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാനിലോട്ട് കുറച്ചധികം വെള്ളത്തോടു കൂടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സേമിയത്തിലാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമോളം സേമിയം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പാനിൽ വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത്. കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്നാക്സിൽ ഇപ്പോൾ മാവോച്ചൊക്കെയുള്ള സ്നാക്സ് ആണെങ്കിലും അത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതുപോലെ തന്നെ സേമിയത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതായിരിക്കും. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കട്ടയില്ലാതെ കിട്ടും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഫ്ലെയിമിൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതിയെ ഒരു 10 മിനിറ്റ് എടുത്തു ഇത് തയ്യാറായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് തയ്യാറാക്കിയതാണ്. ഇതിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു അരിപ്പിലോട്ട് വേണം അരിച്ചൊഴിക്കാൻ വേണ്ടി. എന്നിട്ട് നല്ല പച്ചവെള്ളം ഒരു 2 ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് തമ്മിൽ ഒട്ടിയൊന്നും പിടിക്കത്തില്ല.
പച്ചവെള്ളമൊക്കെ 1-2 ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ദാണ്ടെ ഇത് ആദ്യം തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ അടിപൊളി സ്നാക്സ്, ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് വാഴയിലയാണ്. ചെറിയ പീസുകളൊക്കെ ആക്കി മുറിച്ച് നല്ലതുപോലെ കഴുകി ഒന്ന് വാട്ടിയെടുത്ത വാഴയിലയാണ്. അപ്പോൾ ഞാൻ എന്താണ്ട് സേമിയം ഒരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ വാഴയില ഞാൻ എന്താണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തതാണ്. ഒന്ന് വാട്ടിയതിന് ശേഷമാകുമ്പോൾ നമുക്ക് വേഗം തന്നെ കീറിയൊന്നും പോകാതെ ഇതൊന്ന് നിരത്തി വയ്ക്കാവുന്നതാണ്. ഇതിലോട്ട് ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് കുറച്ച് സേമിയ ഒന്ന് വയ്ക്കുക. അപ്പോൾ അത് വെള്ളം തൊടുകയാണെങ്കിൽ നമ്മൾ സേമിയം കയ്യിലോട്ടൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ കുറേ തണുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്രയല്ലായാലും അതുപോലെ കുറച്ച് അധികം വേവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ വെള്ളം തൊട്ടതിന് ശേഷം കുറച്ച് സേമിയ എടുക്കുക. ഇതിലോട്ട് നമ്മുടെ ഇലയിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം, അപ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ ഇടയ്ക്ക് ഞാൻ വെള്ളം ഒന്ന് തൊടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ആവശ്യത്തിൽ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ്. ഇതൊന്ന് ആവിയിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നോമ്പ് സമയത്തൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല രീതിയിൽ സ്നാക്സൊക്കെ തയ്യാറാക്കി നമുക്ക് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് വീണ്ടും ചെയ്യാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് എടുക്കട്ടെ. എടുത്തൊന്ന് ആവിയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷമുള്ള വീഡിയോ ഒന്ന് കാണിക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കൂ. നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നല്ല ചൂടോട് കൂടി നമുക്ക് കഴിക്കാൻ, നോമ്പ് തുറ സമയത്തൊക്കെ കഴിക്കാനും വൈകുന്നേരങ്ങളിലും രാവിലെ വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാ ഫില്ലിങ്ങും അതിലോട്ടൊക്കെ പിടിച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. നല്ല എരിവും നല്ല ടേസ്റ്റൊക്കെ ഉള്ളതാണ്. ചിക്കൻ മസാലയാണ് നമ്മൾ അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.